ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ കിച്ചണിൽ നിന്നിട്ട് മാറി നമ്മുടെ കടയിൽ വന്ന് അപ്പോൾ അവിടെ ഒരു ചെറിയ കുക്കിംഗ് നടത്താമെന്ന് വിചാരിച്ചാൽ കുറേ നാളായാലും ഇട്ടിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം തൊട്ട് രണ്ടാമത് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് ഇവിടെ ആകുമ്പോൾ നമുക്ക് പിള്ളേരൊക്കെ സഹായിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് ഇവിടെ കടയുടെ ടെറസിൻ്റെ മേളിൽ ഒരു ചെറിയ സെറ്റപ്പായിട്ട് നമ്മുടെ ഗ്യാസൊക്കെ വയ്ക്കാൻ. എനിക്ക് ആ പഴയ ഒരു ഗ്യാസ് ഉണ്ടായിരുന്നല്ലോ, ആ ചെറിയൊരു കുറ്റിയായിട്ട് ഞാനിവിടെ വന്നിട്ട് അപ്പോൾ ഇവിടെ ഇന്ന് ചെറിയ രീതിയിലൊരു പാചകം ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് സോയാബീനാണ് കേട്ടോ ചെയ്യാൻ പോണത്. സോയാബീൻ നമ്മൾ ഇട്ടിട്ടില്ലല്ലോ ഇതുവരെയായിട്ടും. അപ്പോൾ സോയാബീൻ നമ്മൾ ഇറച്ചിക്കറി വയ്ക്കണ കൂട്ട് തന്നെ, ഇറച്ചി കൂട്ടാത്തവർക്ക് സോയാബീൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് ഇറച്ചിക്കറി വയ്ക്കണ കൂട്ട് തന്നെ നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നിങ്ങളെ കാണിച്ചു തരാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ആർക്കും ക്ലാസ് ഇല്ല, മീനാക്ഷിക്കൊന്നും ക്ലാസ് ഇല്ല കേട്ടോ. മീനാക്ഷിയൊക്കെ വീട്ടിലിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു അവധി ദിവസം പോലെ ഒരു ദിവസം. പിന്നെ എല്ലായിടത്തും നല്ല മഴയാണ്, കുറേ അപകടങ്ങളും ഇതൊക്കെ വന്ന് കുറേ മരണങ്ങളൊക്കെ നടന്നാൽ നമുക്കിപ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കണ ഒരു സമയമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ അല്ലെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ വലിയൊരു വിഷമം. ടി വി ഒക്കെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മാത്രമേ രാവിലെ 8 മണിക്ക് ടി വി വയ്ക്കണം, അത് മാത്രമേ കാണാൻ ഇപ്പോൾ പറ്റണുള്ളൂ. അതുകൊണ്ട് ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു ഇതാണ്. അതുകൊണ്ട് അതിലൊക്കെ ഭയങ്കര വിഷമം എല്ലാവർക്കും ഉണ്ട്. അപ്പം നമുക്ക് ഞാനൊരു ചെറിയ കിച്ചൺ തട്ട് വച്ചിട്ട് ഒരു കിച്ചണാക്കിയത് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം നമ്മൾ സോയാബീന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം. എന്താണെന്ന് വെച്ചാൽ സോയാബീൻ ചെറിയ സോയാബീനുണ്ട്, വലിയ സോയാബീനുണ്ട് കേട്ടോ. ഞാനപ്പോൾ അത് വലിയതാണ് എനിക്ക് കിട്ടിയത്, അപ്പോൾ വലിയ മേടിച്ച്. അപ്പോൾ തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ കുറച്ച് നേരം ഇട്ട് വെച്ചെങ്കിൽ ഇത് നല്ലോണം വീർത്ത് വരുള്ളൂ. അപ്പോൾ നമുക്ക് വെള്ളം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് കത്തിക്കാൻ പോകണം. എന്താണെന്ന് വെച്ചാൽ ഈ ഗ്യാസ് അപകടക്കാരിയാണ്. എൻ്റെ കയ്യിൽ നമ്മൾ വീട്ടിൽ കത്തിക്കണ ഇതില്ല, ഇതിനെന്താണ് പറയണത്, ലൈറ്റർ വെച്ചാൽ കത്തിക്കണം. മുഖം പൊള്ളാണ്ട് എന്താ ഭാഗ്യം. എനിക്ക് പേടിയാണ്ടതാ. എന്താ ചെറിയ രീതിയിൽ ഞാൻ കത്തിച്ച് ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ നമുക്ക്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മൾ ഇറച്ചിക്കറി വയ്ക്കണ കൂട്ട് തന്നെ, സാധാരണ ഇറച്ചിക്കറി അങ്ങനെ വയ്ക്കണം അതേപോലെ തന്നെ. അപ്പോൾ ഇത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ഉണ്ണിക്കുട്ടന് ഇത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇത് എപ്പോഴും ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറയും. പക്ഷേ ഇത് ഒരുപാട് കഴിച്ചാൽ കൊള്ളൂല എന്നും പറയുന്നുണ്ട്. പക്ഷെ ഉണ്ണിക്കുട്ടൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ജിമ്മിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇത് കഴിക്കണമെന്നാണ് അവർ പറയണത്. എന്നാൽ അവൻ പറയണത് ഈ സോയാബീൻ കഴിക്കണമെന്ന് പറയണം. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ഉള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി, അപ്പം നമ്മുടെ ചോപ്പർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുത്താൽ മതിയില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതേ കറിവേപ്പില 2 തണ്ട് കറിവേപ്പില ഞാനിവിടെ കഴുകി ഊരി വെച്ചേക്കണേ കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 2 തക്കാളി എടുത്തിട്ടുണ്ട്, 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 3 ചെറിയ സവാളയാണ്. അതുകൊണ്ട് നമുക്ക് 3 സവാള വേണ്ടി വരും. അപ്പോൾ ഒരു 1/4 കിലോ സോയാബീനാണ് ഞാൻ വാങ്ങിച്ചേക്കണത്. അപ്പോൾ നമുക്ക് ഇറച്ചിക്കറി തന്നെ നമ്മൾ റോസ്റ്റ് പോലെയാണ് അത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. പിന്നെ അത് നമുക്ക് അതിന് മല്ലിപ്പൊടി വേണം, മുളക് പൊടി വേണം, മസാലപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്ര സാധനം ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ന് അടുക്കളയിൽ ഇങ്ങനെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ. അതല്ല, ഇനി ഞാൻ വീഡിയോ എടുക്കാൻ പോണേ നമ്മുടെ അപ്പുറത്ത് ഒരു പറമ്പുണ്ട്. അപ്പോൾ ഞാൻ ആ പറമ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ വച്ചെടുക്കാമെന്ന് ചെയ്യണം. എന്ന് അടുക്കളയില്ല, ഇതാണ് സുഖവും രസോട്ടാ. ഇവിടെ ആകുമ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ എടുത്തരാം. അവിടെ ആകുമ്പോൾ ഞാൻ തന്നെ ചെയ്യണം. എപ്പോഴും നമ്മൾ അടുക്കളയിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വെള്ളം തെളിച്ച് ഞാൻ സോയാബീൻ ഇടാൻ പോണ്. അതെന്തേ നമ്മുടെ വെള്ളം തിളച്ച് ഞാൻ എൻ്റെ അടുത്തേക്ക് സോയാബീൻ ഇടാണ്. ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തട്ടാ. അപ്പോൾ നമുക്കിത് സോയാബീൻ മാറ്റി വയ്ക്കാം കേട്ടോ. റെഡി ആവേണ്ട വെച്ചിട്ടാണ്. അയ്യോ, അപ്പോൾ നമ്മുടെ ഉരുളിച്ചട്ടി നന്നായി ചൂടായിട്ടാ. ഈ ഉരുളിച്ചട്ടി നിങ്ങൾക്ക് കണ്ടാലും അറിയാലോ, ഇത് സ്ഥിരം ഉപയോഗിക്കണതാണ്. അപ്പോൾ ഞാൻ ഉരുളിച്ചട്ടി പറഞ്ഞാൽ ചെറിയത് വീട്ടിൽ കൊണ്ടുവന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ എൻ്റെ അടുത്തേക്ക്. സോയാബീൻ ഇത്തിരി വെളിച്ചെണ്ണ ഇരുന്നോട്ടെ, നല്ല ടേസ്റ്റുള്ളൂ. ഇച്ചിരി അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു 3 സ്പൂണ് 4 സ്പൂണ് വെളിച്ചെണ്ണ ചെറിയ സ്പൂണൊന്നും ഒഴിക്കട്ടെ. പിന്നെ ഞാൻ കുറച്ച് കടുക് ഇടാണ് എൻ്റെ അടുത്തേക്ക്. ഇതൊക്കെ ഞാൻ ഇതിൽ അടച്ച് വെച്ച ഒരു പാത്രമാണ്. കടുകിട്ട്
ഇപ്പം കടുകൊന്ന് പൊട്ടിക്കോട്ടെ. കടുക് അപ്പം കരമുര എന്ന് പൊട്ടണുണ്ട്. ഈ വലിയ അടപ്പാനുകൊണ്ട് നല്ല സുഖമാണ്. പെട്ടെന്ന് കരിഞ്ഞു പോകാണ്ട് നമ്മൾ നോക്കിയാൽ മതി, പെട്ടെന്നാവും എല്ലാ സാധനവും. ഞാൻ ഇതിന് വേണ്ടി വാങ്ങിച്ച അടപ്പാണ് കേട്ടോ. ഇനി ഞാൻ സവാള ഇട്ട് കൊടുക്കാണ്. പച്ചമുളക്, കറിവേപ്പില, ഒന്ന് വാടട്ടെ. നമ്മൾ ഇറച്ചിക്കൊക്കെ വാടൂലേ, അതേമാതിരിയാണ് വാടണത്. എടുത്തു കഴിഞ്ഞു. അപ്പോൾ ദേ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നന്നാക്കി വെച്ചാണ്. അത് നമ്മൾ ഈ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടിടാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ നമുക്കിവിടെ കല്ലൊന്നുമില്ല. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് നമ്മുടെ ഇടിക്കണ കല്ലില്ലേ, ചെറിയ കല്ല്, അത് കൊണ്ടുവരണം. അത് ഞാൻ ചെറിയ കഷ്ണാക്കിയിട്ട് നമ്മളിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ അതിൻ്റെ അകത്തേക്ക്. അപ്പോൾ കല്ലില്ലല്ലോ എൻ്റെ കയ്യിൽ കൂടെ ചതക്കാൻ, അതുകൊണ്ടാണ്. ശരിക്കും അങ്ങനെ ചോപ്പായിക്കോട്ടെ, പൊടിഞ്ഞോട്ടെ. ഓക്കെ, ആ ഇനിയിട്ടൊന്ന് അതെ. സവാള നന്നായി വാടിക്കൊണ്ടിരിക്കണ്ട കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു പയ്യനുണ്ട്. അപ്പോൾ അവൻ എൻ്റെ കൂടെ കൂടിയേക്കാണ്. അപ്പോൾ കടയിലത്തെ വീഡിയോ എടുക്കാനും അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ഇവരെ സഹായിക്കാൻ വന്നേ. അവന് എഡിറ്റിംഗ് ഒക്കെ അറിയാം. അപ്പോൾ നാളെ തൊട്ട് വീഡിയോയിൽ അവൻ കയറുമെന്ന് പറയണ കേട്ടാ, വീഡിയോയിൽ ഉണ്ടാവുമെന്ന്. അപ്പോൾ നമ്മളിത് തക്കാളി ഇടണം. സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമ്മൾ വാടിയെന്ന് നമ്മുടെ ഇറച്ചിയുടെ ഒക്കെ മെറൂൺ കളറില്ലേ, അതിൽ തന്നെ അതേപോലെ തന്നെയാണ് കേട്ടോ വാടണത്. അപ്പോൾ അതെന്ത് 2 തക്കാളി ഞാൻ കരുവൂന്ന് അരിഞ്ഞു വെച്ചണ. അപ്പോൾ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാണ്. മീൻ വെച്ചപ്പോഴേ ഇവിടുത്തെ പയ്യന്മാർ ഇറച്ചിക്കറിയാണോ എന്ന് ചോദിക്കാണ്. ഇറച്ചിയാണോന്ന് ഞാൻ പറഞ്ഞേ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കിയേട്ടാ. അപ്പോൾ ഇറച്ചിയാണെന്നും പറഞ്ഞിട്ട് അവർ ഓടി വരാണ്. ഞാൻ പറഞ്ഞ സോയാബീനാ ഇറച്ചിയാണെന്ന് പറഞ്ഞ് പറ്റിക്കുക അവരാ. നീ പറഞ്ഞല്ലേ കള്ളൻ, എന്തിനാടാ അത് പറഞ്ഞത്? ആഹാ, എൻ്റെ ചുരിദാർ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഇതൊരു പുതിയ ചുരിദാറാണ് കേട്ടാ. അതിൽ പൈസ ഒന്നുമില്ല കേട്ടോ. ഇതിനൊരു 600 രൂപയുള്ളൂ. ഇത് കാറ്റ് നല്ല കാറ്റ് തന്നെ ഉണ്ട്. ഗ്യാസ് പെട്ടെന്ന് തീരുന്നുള്ളൂ ഇവിടെ വെച്ചത്. ആളെന്നണ്ട തീ കൂട്ടി വയ്ക്കാനും പറ്റില്ല നമുക്ക്. എന്താന്ന് വിചാരിച്ചാ നമുക്കിത് മല്ലിപ്പൊടി ഇടാം. അവരവിടെ നോക്കണേ എന്താണ് പരിപാടിയെന്ന്. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി ഇടാണ്. 1 2 സ്പൂണ്. 1/4 കിലോ ഉള്ളൂ. 2 സ്പൂണ് മതി. 2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇറച്ചിക്കറിക്ക് ഇരുന്നോട്ട് അങ്ങനെ കോരിയിടണ്ട. നമുക്ക് മല്ലി കുറച്ചിട്ടാൽ മതി. അപ്പോൾ മല്ലി മൂത്ത് തുടങ്ങി. അത് ഞാൻ 1 സ്പൂണാണ് കൊണ്ടുവന്നിക്കണത്. അതുകൊണ്ട് ഇത് മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ ഇറങ്ങുന്നത്. 1 അല്ല, 1.5 ഇട്ടേക്കാം. എരിവ് ഇരുന്നോട്ടെ. അപ്പോൾ മുളക് മൂത്ത് തുടങ്ങി. പടപടാന്ന് നിൽക്കണ്ടല്ലേ. ഇതെന്താണ് നമുക്ക് നേരത്തെ ബുദ്ധി തോന്നാണ്ടിരുന്നത്? അയ്യോ, ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ട്. ഇനി മഞ്ഞപ്പൊടി ഇടാം. 1 സ്പൂൺ മഞ്ഞപ്പൊടി. തീ കുറച്ച് വെച്ചോ, തീ കൂട്ടണ്ട. അയ്യോ കെട്ടുവയ്യാ, കെട്ടിട്ടില്ല. എന്നാണ്ടേ മസാലപ്പൊടി, നല്ല മസാല കേട്ടോ. ഒരു 2 സ്പൂണ്. 3 പ്രാവശ്യം ഇട്ടെങ്കിലും 2 സ്പൂണായിട്ടുണ്ടാവും. 1 സ്പൂണ് നിറഞ്ഞിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് ഇട്ടിട്ടിടാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സോയാബീൻ ഇടാം. കുറച്ച് വെള്ളം അതിനകത്തേക്ക്, അധികം വേണ്ട, കുറച്ച്. അപ്പം നമ്മളിത് റോസ്റ്റായിട്ടാണ് എടുക്കുന്നത്. ഇതെങ്ങനെ അങ്ങോട്ട് മുങ്ങിക്കിടക്കാൻ രീതിയിൽ ഇതേമാതിരി ഒരു പാകത്തിന് ഒഴിച്ചാൽ മതി. ഇതിൻ്റെ കഷ്ണത്തിൻ്റെ മേളിലൊക്കെ പൊങ്ങണ്ട. അപ്പം നമ്മൾ പറ്റി വരുമ്പോൾ ഒന്നാമത്തേൽ ഇത് നമ്മൾ ചൂടുവെള്ളത്തിലും ഇതിൻ്റെ അകത്തൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ പറ്റാൻ ഒരുപാട് സമയം എടുക്കും.
അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇട്ടാൽ മതി. ഇനി നമുക്ക് ഉപ്പിടാം, ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഉപ്പ് കൈയളവാണ് കേട്ടോ. ഉപ്പ് എനിക്ക് സ്പൂണിന് ഇട്ടെന്ന് കറക്റ്റ് വരില്ല, കൈയളവിൽ ഇട്ടിക്കലാണ്. നമുക്ക് ഗ്യാസ് ഇത്രയും കൂടി കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. കെട്ടുപോയോടാ. ഓ കാളണം ഉണ്ടാക്കി സ്വാഗതം. ഇച്ചിരി മല്ലിയിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. മല്ലിയിലൊക്കെ ശരിക്കും വാടട്ടെ. അതെങ്ങനെ ഞങ്ങൾ പിച്ചി കീറിയാണ്, അരിഞ്ഞ് വേണമെങ്കിൽ ഇടാം, നമുക്ക് പിച്ചി കീറി വേണമെങ്കിൽ ഇടാം. എങ്ങനെയാണോ സൗകര്യം അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. മല്ലിയിലയുടെ അപ്പം നമുക്ക് ഇനി കുറച്ച് മല്ലിയില, ഒരു തണ്ട് മല്ലിയില, ആദ്യം മല്ലിയില ഇട്ടാണ് അവരോട്, എന്നാലും ഒരു തണ്ടും കൂടി അവിടെ ഇട്ടേക്കാം. ഇനി ശരിക്കും പറ്റട്ടത്. മാറ്റിക്കോ. ആ ഇട്ട് കറിവേപ്പില ഇട്ടതേ. ഇനി ഇടണോ? ഇനി പറ്റട്ടത്. മതി മതി. നീ കൂട്ടൂലേ ഇത്? ഇത് ബ്രെഡ് മേടിച്ചാൽ കൂടും. വൈകുന്നേരം ഇനി വീട്ടിൽ ഉണ്ണിക്ക് വലിയ ഇഷ്ടമുള്ള സാധനമാണ്. പറ്റിയിട്ടുണ്ട്. അപ്പോൾ റോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ആയിട്ട് എടുക്കണില്ല, എന്ന് വെച്ചാൽ ഇവർക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും കൂട്ടിയിട്ട് കഴിക്കണമെങ്കിലോ. അപ്പോൾ ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റാം. നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഇതെന്ന്. നമുക്ക് കഴിച്ചു നോക്കാം, നല്ലല്ലേ നമുക്ക് ഇതിൻ്റെ റിവ്യൂ അറിയാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ സോയാബീൻ ഇതേ. പക്ഷെ ഡെക്കറേഷൻ ചെയ്യണോ? വേണ്ടല്ലേ, എന്തിനാ, നമ്മളൊക്കെ സാധാ ആൾക്കാരല്ലേ. ഒക്കെ വലിയ വലിയ യൂട്യൂബർമാർക്കൊക്കെയാണ് ഡെക്കറേഷനൊക്കെ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ പാവങ്ങൾ. നമുക്ക് കഴിച്ചു നോക്കാം. ശരിയെന്നാൽ. അപ്പം അതെ നമ്മുടെ സോയാബീൻ ഇതേ റോസ്റ്റ് പോലെയായി. അപ്പം ഞങ്ങൾ കഴിച്ചു. എൻ്റെ തല കാണുള്ളല്ലോടാ, തല ഞങ്ങൾ നിന്ന് പറയണ കാരണം. അപ്പോൾ അതെ ഇതാണ്ട് ഇതേ എൻ്റെ സഹായി വന്നിക്കണത്, കടയിലെ പയ്യനാ. അപ്പോൾ അവന് എഡിറ്റിംഗ് ഒക്കെ അറിയാം. അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ സഹായിക്കാൻ അവൻ കൂടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടാണ് വീഡിയോ എടുക്കാൻ. അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ഇത് എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പറല്ലേ? ഇതാ ഇറച്ചി വയ്ക്കണൂടെ പറ. അടിപൊളി ഇറച്ചി വയ്ക്കണ കൂട്ട് തന്നെ ഉണ്ട് കേട്ടാ. പിള്ളേരെ കൊടുത്ത് പറ്റിക്ക. ചൂട് തിന്നോ, പെറുക്കി തിന്നോ. മെട്രോ വേണം. അപ്പൊ പറയാ നാണം നാണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ ബൈ.